അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് ഇതിൽ സമ്പന്നരും ആരോഗ്യമുള്ളവരും ചിന്താശേഷിയുള്ളവരും ക്രിയാശേഷിയുള്ളവരും ഒക്കെ ഇതിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകത. ചില ആളുകളുടെ അധ്വാനമാണ് ഇതിനുണ്ടാകും, ചില ആളുടെ ബുദ്ധിയാണ് ഇതിന് പ്രയോഗിക്കുക, ചില ആളുകളുടെ സമയത്തെയാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്, ചിലരുടെ സമ്പത്തിനെയാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ വിഭാഗങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഇവിടെയുള്ള ആളുകൾക്ക് ശ്വാസം പകരാൻ നമ്മുടെ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് വിഭിന്നമായ തലങ്ങളോടുകൂടി വ്യത്യസ്തമായ മേഖലയെ കൂടി ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. വൈവിധ്യപരമായ ഒരു സ്ഥാപനമായി ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പലയിടത്തുമുണ്ട്. അത് രോഗികളെ ശുശ്രൂഷിക്കുക എന്നതിൽ അവർക്ക് വേണ്ട പരിചരണങ്ങൾ എന്നതിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. ഇവിടെ ഭിന്നശേഷിക്കാരെ കൂടി നിങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നു, അതിനുവേണ്ട സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കിയിരിക്കുന്നു, വായനാ മുറിയിൽ ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു തലം ഉണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാൾ കൂടി നിങ്ങൾ ഇതിന്റെ വരുമാനവും കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലും ജനങ്ങളുടെ ഒരു സമ്പർക്കത്തിന് ഇതിന്റെ ഒരു മാധ്യമമായി ഈ ഹാളിനെ കൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ വൈവിധ്യപൂർണമായ രീതിയിൽ ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.